നിങ്ങളൊരു ഹൊറർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു പ്രേതം ചാടി വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ശബ്ദം കേൾക്കില്ലേ? ഈ ഭയങ്കര ശബ്ദം കേൾക്കുന്ന ഒരു പീക്ക് പോയിന്റ് ഇല്ലേ, ആ ഒരു പീക്ക് പോയിന്റ് നമ്മുടെ സ്പീക്കറിലേക്ക് എത്തുമ്പോൾ എത്ര വരെ നമുക്ക് ഒരു പതർച്ച ഇല്ലാണ്ട് കേൾക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഗൈസ്. കഴിഞ്ഞ ദിവസം വന്നൊരു കമൻറ്റാണ്, ബ്രോ ഒരു 5000 രൂപയ്ക്ക് എനിക്കൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യണം, ഞാൻ ഒരു സൗണ്ട് ബാർ മേടിക്കാനായിട്ട് നോക്കുവാണ്, ഏതായിരിക്കും നല്ല സൗണ്ട് ബാർ? കാരണം ഇന്നും നാളെയൊക്കെ ആയിട്ട് ഓഫർ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ തുടങ്ങുന്നതുകൊണ്ട് ചാടി കയറി ഡിസ്കൗണ്ട് കണ്ട് മാത്രം പോയി മേടിക്കരുത്. ഫസ്റ്റ് നിങ്ങൾ ഏത് മുറിക്ക് വേണ്ടിയാണ് സൗണ്ട് ബാർ മേടിക്കുന്നത് എന്ന് ആലോചിക്കണം. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അതായത് ഇപ്പോൾ ഒരു 200 വാട്ടിൻ്റെ സൗണ്ട് ബാർ നിങ്ങൾക്ക് 5000 രൂപയ്ക്കും കിട്ടും, 10000 രൂപയ്ക്കും കിട്ടും. പല ആൾക്കാരെയും വിചാരം ഇപ്പോൾ 100 വാട്ടിൻ്റെയും 200 വാട്ടിൻ്റെയും സൗണ്ട് ബാർ ഉണ്ടെങ്കിൽ 100 വാട്ടിനേക്കാളും ഇരട്ടി സൗണ്ട് കൂടുതലായിരിക്കും 200 വാട്ട് സൗണ്ട് ബാറിന് എന്നൊക്കെയാണ്. ഈ ഒരു തെറ്റിദ്ധാരണകളും ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പറയാം. അവസാനം കുറച്ച് റെക്കമെൻഡേഷൻസും പറയാം. നിങ്ങളൊരു ചെറിയ റൂമിന് വേണ്ടിയിട്ടാണോ, ഒരു ബെഡ്റൂമൊക്കെ ആണോ, അതോ വലിയ ഹോളാണോ, ഈ ഒരു റൂമിൻ്റെ സൈസിൻ്റെ ധാരണ വേണം. കാരണം ചെറിയ റൂമുകൾക്ക് ഒരു 60 മുതൽ 90 വാട്ടിൻ്റെ സൗണ്ട് ബാർ മതിയാവും. എന്നാൽ വലിയ റൂമുകൾക്ക് 200 മുതൽ 300 വാട്ടിൻ്റെ സൗണ്ട് ബാർ വേണ്ടി വരും. അല്ല ബ്രോ അല്ലേ പറഞ്ഞ വാട്ട് കൂടിക്കഴിഞ്ഞാൽ സൗണ്ട് കൂടില്ല എന്ന്? പിന്നെ എന്തുകൊണ്ടാണ് ചെറിയ റൂമിന് വാട്ട് കുറവും വലിയ റൂമിന് വാട്ട് കൂടിയതും? അതെന്താണ് എന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഈ പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു 5000 രൂപയ്ക്കൊക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ 2.1 സൗണ്ട് ബാറുകളാണ്. ഈ 2.1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്പീക്കർ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു സബ് ഊഫർ ഉണ്ടാവും. ആ സബ് ഊഫർ ചിലപ്പോൾ വയർ ഉള്ളതാവാം, വയർ ഇല്ലാത്തതാവാം. ഒരു സൗണ്ട് ബാർ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ആ സൗണ്ട് ബാറിൻ്റെ ഫ്രണ്ടിൽ 2 സ്പീക്കറുകൾ കാണും. അതാണ് മെയിനായിട്ടും ശബ്ദം വരുന്നത്. ഇനി ഈ വൂഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സൗണ്ടിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, ലോ ഫ്രീക്വൻസി തൊട്ട് ഹൈ ഫ്രീക്വൻസി വരെ. ഈ വളരെ ലോ ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് നമുക്ക് ഈ ഒരു ബാസ് അല്ലെങ്കിൽ ബേസ് ഇങ്ങനെ ഒരു എരമ്പൽ കേൾക്കൂലേ, അത് വരുന്നത്. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാറിനകത്ത് ആ ലോ ഫ്രീക്വൻസി ഒഴികെ ബാക്കിയുള്ളതെല്ലാം ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നത്. ഈ ലോ ഫ്രീക്വൻസി മാത്രമാണ് ഈ സബ് വൂഫറിലേക്ക് വിട്ടിട്ട് നമുക്ക് ആ ഒരു എരമ്പൽ കൊണ്ടുതരുന്നത്. അപ്പോൾ നിങ്ങൾ 200 വാട്ടിൻ്റെ ഒരു സൗണ്ട് ബാർ മേടിക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന സൗണ്ട് ബാറിലുള്ള സ്പീക്കർ ചിലപ്പോൾ 2 80 വാട്ടിൻ്റെ സ്പീക്കറുകളായിരിക്കും ഈ ബാറിലുള്ളത്. വൂഫർ വെറും 40 വാട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എരമ്പൽ കിട്ടില്ല. എന്നാൽ ഇതേ 200 വാട്ടിൻ്റെ സൗണ്ട് ബാർ തന്നെ, സൗണ്ട് ബാറിൽ 50 വാട്ടിൻ്റെ 2 സ്പീക്കറുകൾ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് 100 വാട്ട്. എന്നാൽ സബ് വൂഫർ 100 വാട്ട് തന്നെ ആയിരിക്കും. അതിനകത്ത് കുറച്ച് കൂടുതൽ എരമ്പൽ കേൾക്കും. സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, നിങ്ങളൊരു 150 വാട്ട് മുതൽ 200 വാട്ട് വരെ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ റൂമായാലും മിഡ് സൈസ് റൂമായാലും വലിയ റൂമായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങളൊരു മാർക്കറ്റിംഗ് ഗിമിക്കിൽ വീണ് പോരുന്നത്, ചിലപ്പോൾ ചില സൗണ്ട് ബാർ 300 വാട്ടിൻ്റെ മാക്സ് പവർ ഔട്ട്പുട്ട് തരും എന്ന് പറയുമെങ്കിൽ അത് 300 വാട്ടിൻ്റെ സൗണ്ട് ബാർ അല്ല. അതിൻ്റെ മാക്സ് അല്ല, RMS അഥവാ റൂട്ട് മീൻ സ്ക്വയർ എത്രയാണ് വാട്ട് എന്ന് നോക്കണം. മാത്തമാറ്റിക്കലി ഒന്നും പോകുന്നില്ല, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതി പറയുവാണെങ്കിൽ, നിങ്ങളൊരു ഹൊറർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു പ്രേതം ചാടി വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ശബ്ദം കേൾക്കില്ലേ? ഈ ഭയങ്കര ശബ്ദം കേൾക്കുന്ന ഒരു പീക്ക് പോയിന്റ് ഇല്ലേ, ആ ഒരു പീക്ക് പോയിന്റ് നമ്മുടെ സ്പീക്കറിലേക്ക് എത്തുമ്പോൾ എത്ര വരെ നമുക്ക് ഒരു പതർച്ച ഇല്ലാണ്ട് കേൾക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ പീക്ക് വാട്ട്. 200 വാട്ടിൻ്റെ പീക്ക് പവറുള്ള സൗണ്ട് ബാർ ഉണ്ടെങ്കിൽ അതിനകത്ത് 200 വാട്ട് വരെ ആ ഒരു ക്ലിപ്പിംഗ് അതായത് ഡിസ്റ്റോർഷൻ ഇല്ലാണ്ട് നിങ്ങൾ കേൾക്കാൻ പറ്റും. പക്ഷേ നോർമലി നിങ്ങൾ കേൾക്കുന്ന സമയത്ത് വരുന്നത് ആവറേജ് അഥവാ റൂട്ട് മീൻ സ്ക്വയർ വോട്ടേജ് ആണ്. അതാണ് നമ്മൾക്ക് ഡേ ടു ഡേ യൂസിൽ വരുന്നത്. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി വയേർഡ് സബ് ഊഫർ വേണോ വയർലെസ് സബ് ഊഫർ വേണോ എന്ന് ചോദിച്ചാൽ, ഞാൻ പറയട്ടെ, ഈ ബഡ്ജറ്റ് 5000-ന്റെ 6000-ന്റെ ഒക്കെ ബഡ്ജറ്റിലുള്ള സബ് ഊഫറുകൾ നിങ്ങൾ സൗണ്ട് ബാർ മേടിക്കുമ്പോൾ എപ്പോഴും വയേർഡ് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഈ വയർലെസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വയർലെസ്സിന് രണ്ടും കണക്ട് ചെയ്യണമല്ലോ, കറണ്ട് ഇല്ല. നമ്മുടെ സബ് ഊഫറും കറണ്ടിൽ കൊടുക്കണം, നമ്മുടെ സ്പീക്കറും കറണ്ടിൽ കൊടുക്കണം. ഈ സ്പീക്കറും സബ് ഊഫറും തമ്മിൽ ബ്ലൂടൂത്ത് വഴി പെയർ ആവണം, അല്ലെങ്കിൽ അത് തമ്മിൽ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രോട്ടോകോൾ വഴി പെയർ ആവണം. ഇനി ഈ ശബ്ദം നമ്മൾ മെയിൻ സൗണ്ട് ബാറിലാണ് കണക്ട് ചെയ്യുന്നത്. ആ സൗണ്ട് ബാറിലേക്ക് ആ ശബ്ദം വരുമ്പോൾ ഏത് ഫേസിലാണോ ആ സൗണ്ട് വരുന്നത്, അതേ ഫേസിൽ സബ് ഊഫറിൽ നിന്ന് വന്നാലേ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ചെറിയൊരു ലേറ്റൻസി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ബോംബ് പൊട്ടി കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു സബ് ഊഫറിലുള്ള ബേസ് കേൾക്കുന്നത്. നമ്മുടെ എക്സ്പീരിയൻസിനെ ലോയും ചെയ്യും. അത് ഈ വയറുള്ള സബ് ഊഫർ ആണെങ്കിൽ ആ പ്രശ്നമില്ല. 2 കാര്യമുണ്ട്, വയറുള്ള സബ് ഊഫർ ആണെങ്കിൽ ആ പ്രശ്നവും ഇല്ല, അതിന് വേറെ എക്സ്ട്രാ കറണ്ടും കൊടുക്കണ്ട. ഇനി ഇത് നിങ്ങൾ പൊതുവേ ടി വിയിലാണല്ലോ നമ്മൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുക. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിനകത്തുള്ള കണക്ടിവിറ്റി. ബ്ലൂടൂത്ത് വഴി നിങ്ങൾ ടി വി കണക്ട് ചെയ്ത് സൗണ്ട് ബാർ ഉപയോഗിക്കരുത്. അതാണ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത്. ശരിയാണ്, ഇപ്പോൾ ബ്ലൂടൂത്ത് 5, 5.0, 5.1, 5.3 ഒക്കെ നിങ്ങൾ മേടിച്ച് വയ്ക്കുവാണെങ്കിൽ ഈ 5.0-ഉം 5.1-ഉം 5.3-ലൊക്കെ റേഞ്ചാണ് കൂടുതലും കൂടുന്നത്. അതായത് എത്ര ദൂരത്തിൽ നമുക്ക് വെക്കാൻ പറ്റുമെന്ന്.
ടി വിക്ക് അടിയിൽ വെക്കുന്ന സൗണ്ട് ബാർ ആ ഒരു ദൂരത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ആ റേഞ്ച് വ്യത്യാസത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ആ ഒരു ലേറ്റൻസി അഥവാ ഇപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് എത്ര നേരത്തിന് ശേഷമാണ് ശബ്ദം കേൾക്കുന്നത് എന്ന വ്യത്യാസം മാത്രമേ നോക്കേണ്ടതുള്ളൂ. സോ നിങ്ങൾ ഫോൺ കണക്ട് ചെയ്ത് പാട്ട് വയ്ക്കാൻ മാത്രമേ ബ്ലൂടൂത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ടി വിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്സ് കേബിൾ അഥവാ ആ ഒരു ഹെഡ്ഫോണെ കുത്തുന്ന 3.5mm ജാക്ക് വഴി കുത്തുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിക്കും. പക്ഷേ അതും പൊട്ടത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ടി വിക്കകത്ത് ഒരു ഡാക്ക് ഉണ്ടാവും, അതായത് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഉണ്ടാവും. ഈ സാധനം അത് ഭയങ്കര ഒരു ലോ ക്വാളിറ്റി സാധനമായിരിക്കും. അത് കൺവേർട്ട് ചെയ്ത് വരുന്ന ഓഡിയോ ആണ് നിങ്ങളുടെ സ്പീക്കറിനുള്ളിൽ പോയിട്ട് അത് കേൾക്കുന്നത്. സ്പീക്കറിനുള്ളിൽ ചിലപ്പോൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കൺവേർട്ടർ ഉണ്ടാവും. അതിന് ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ HDMI ആണ്. HDMI പോർട്ടിൻ്റെ പുറകിൽ നിങ്ങൾക്ക് ARC അഥവാ ഓഡിയോ റിവേഴ്സ് ചാനൽ എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ നോക്കുക. അത് കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാക്സിമം സൗണ്ട് ക്വാളിറ്റി വരുന്നത്. ഇനി ഡോൾബി അറ്റ്മോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യണമെങ്കിലും ഈ HDMI കേബിൾ കുത്തിക്കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് ബ്ലൂടൂത്തിലോ ഓപ്റ്റിക്കലിലോ അല്ലെങ്കിൽ ഓക്സ് കേബിളിലോ ഒന്നും വർക്ക് ചെയ്യില്ല. ഇനി സപ്പോസ് നിങ്ങളൊരു ചെറിയ റൂമിലേക്കാണ് ഈ സൗണ്ട് ബാർ മേടിക്കുന്നത്, അറിയാണ്ട് നിങ്ങൾ 300 വാട്ടിൻ്റെ സൗണ്ട് ബാർ വാങ്ങിച്ചു പോയി. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ 300 വാട്ടിൻ്റെ സൗണ്ട് ബാറിൽ ആ ഒരു ഊഫർ ഉണ്ടല്ലോ, ഊഫർ അത്യാവശ്യം ഇതിൻ്റെ ഈ ഡ്രൈവറിൻ്റെ വലിപ്പവും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ബേസ് കൂടിയ സാധനം വെക്കുവാണ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൂഫറിൻ്റെ വലിപ്പവും അതേപോലെ പവറും കൂടുതലായതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വേവ് വരും. ഈ വേവിലാണല്ലോ ഫ്രീക്വൻസി പോകുന്നത്. ഈ വേവ് വരുമ്പോൾ അത്രയും വലിയൊരു വേവ് ചെറിയ റൂമിലേക്കാണ് പോകുന്നതെങ്കിൽ അത് മുഴുവനായും, അതായത് എനിക്ക് തോന്നുന്നു ഒരു 40 ഹെർട്സിൻ്റെയൊക്കെ വേവ് എന്ന് പറയുന്നത് 28 മീറ്ററൊക്കെയാണ് എൻ്റെ ലെങ്ത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും മീറ്റർ ലെങ്ത്തിലുള്ള വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് ആ ഒരു ഫീൽ വരുള്ളൂ. എന്നാൽ ചെറിയ റൂമിൽ അത്രയും ലെങ്ത്തുള്ളൊരു വേവ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല എന്നുള്ളതുകൊണ്ട് ആ വേവ് അവിടെയും ഇവിടെയും തട്ടി തമ്മിൽ കൂട്ടിമുട്ടി നമുക്കൊരു മഡ്ഡിയായിട്ടുള്ള മഫിൾഡ് ആയിട്ടുള്ള, അതായത് എന്തോ ഒരു എരമ്പലുണ്ട്, അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, ഭയങ്കര മുഴക്കം എന്ന് തോന്നുന്നില്ലേ, ആ ഒരു രീതിയിലേക്ക് പോകും. എന്നാൽ നിങ്ങളിവിടെ വാട്ട് കുറഞ്ഞ ചെറിയ ഒരു ഇപ്പോൾ 60 വാട്ടിൻ്റെ അല്ലെങ്കിൽ 80 വാട്ടിൻ്റെ ഒരു സ്പീക്കറും ബൂഫറാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എരമ്പൽ ചെറിയ റൂമിലാണെങ്കിൽ ഒക്കെ ഒരു വലിയ റൂമിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത്, ഈ പറയുന്ന വേവ്സ് വരുമല്ലോ, ആ വേവ്സിൻ്റെ ലെങ്ത്ത് എന്താ പറയുക, അത് തമ്മിൽ മുട്ടാനായിട്ട് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് പോവും. നമുക്ക് ആ ഒരു ഫീലേ വരില്ല. അപ്പോൾ നിങ്ങൾ എക്സാക്റ്റ് കാൽക്കുലേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും എടുക്കണം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 150 മുതൽ 200ൻ്റെ ഒരു സൗണ്ട് ബാർ മേടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് റിമോട്ടിൽ തന്നെ ബേസും ട്രിബിളും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതും ഇപ്പോൾ മിക്കതിലും ഉണ്ട്, അങ്ങനത്തെ എടുത്തിട്ട് നിങ്ങൾ തന്നെ സൗണ്ട്, ഇപ്പോൾ റൂം ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസ് ഒന്ന് കുറച്ച് വയ്ക്കുക, റൂം വലുതാണെന്നുണ്ടെങ്കിൽ ബേസ് ഒന്ന് കൂട്ടി വയ്ക്കുക. ഞാൻ ബേസ് എന്ന് പറയുന്നത് ആക്ച്വലി ബേസ് എന്നാണ് പ്രൊനൗൺസിയേഷൻ, നമ്മളെല്ലാവരും ബാസ് എന്ന് പറഞ്ഞ് അങ്ങനെ ബാസ് ആക്കിയതാണ്. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കാം. ഇനി ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങൾ സൗണ്ട് ബാർ നോക്കുവാണെങ്കിൽ കിട്ടാവുന്ന കുറച്ച് വിരലിലുണ്ടാവുന്ന നല്ല ബ്രാൻഡുകൾ, സെബ്രോണിക്സിൻ്റെ ഐറ്റംസ് കിട്ടും, സെബ്രോണിക്സിൻ്റെ ജൂക്കോ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ബോട്ടിൻ്റെ കിട്ടും, ബോട്ടിൻ്റെ കുറച്ച് അവാൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് സീരീസ് ഉണ്ട്. പിന്നെ ഗോവോ എന്ന് പറഞ്ഞാൽ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ആ ഗോവോൻ്റെ കിട്ടും. പിന്നെ മിവി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യനാണ് എന്ന് പറയപ്പെടുന്ന ഒരു മിവി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കിട്ടും. പിന്നെ ചിലപ്പോൾ ഈ മോട്ടോൻ്റെയൊക്കെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ കണ്ടതാണ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡുകളുടെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സെയിം 160 വാട്ടിൻ്റെ സ്പീക്കർ നമ്മളിപ്പോൾ സാംസങ്ങിൻ്റെ എടുക്കുകയാണ്, അല്ലെങ്കിൽ ബ്ലോപങ്കിൻ്റെ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഫിലിപ്സിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോസിൻ്റെ ഒക്കെ കിട്ടുമെന്ന് അറിയില്ല. നോക്കുമ്പോൾ അതിനൊക്കെ 10,000 രൂപ 12,000 രൂപ വരെ വരുന്നുണ്ട്. അതെങ്ങനെയാണ്? 160 നിങ്ങൾക്ക് 5,000-നും കിട്ടും, 12,000-നും കിട്ടും. എന്താണ് വ്യത്യാസം? ബേസിക്കലി പ്രൈമറി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 5,000-ന് കിട്ടുന്നതൊക്കെ ചൈനീസ് ODMകൾ, അതായത് ചൈനയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്ത് അവർ കുറേ സ്പീക്കറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്പീക്കർ സെലക്ട് ചെയ്യാം, നിങ്ങളുടെ രീതിക്ക് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ലോഗോ കാര്യങ്ങളൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വന്ന് അസംബിൾ ചെയ്ത് വിൽക്കുന്നു. അവിടെ ആകുമ്പോൾ കമ്പനിക്ക് എത്ര റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ നമുക്കൊരു ഓഡിയോൻ്റെ IC വേണമല്ലോ, ആംപ്ലിഫയർ ഒക്കെ വേണമെങ്കിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ശബ്ദം കേൾക്കേണ്ടതെന്ന്. അത് പോവുക, അതിൽ നിന്ന് കേട്ടിട്ട് നല്ല ഒരെണ്ണം എടുക്കുക, വിൽക്കുക. അപ്പോൾ അതിൽ അത്ര ചിലവ് വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രൈസ് കുറയുന്നത്. അതേപോലെ തന്നെ വൂഫർ, ഈ സബ് വൂഫർ ഉണ്ടല്ലോ, സബ് വൂഫർ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് വുഡിലാണ്, അതായത് തടി വെച്ചിട്ടാണ് സബ് വൂഫർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ സബ് വൂഫറിൽ നിന്ന് വരുന്ന മുഴക്കം ശരിക്കും ആ വൂഫറിൻ്റെ അകത്തുള്ള ഓട്ടയിൽ കൂടെ മാത്രമേ പുറത്ത് വരാൻ പാടുള്ളൂ, അല്ലാണ്ട് ബാക്കിയുള്ള പാനൽ വരയ്ക്കാൻ പാടില്ല. ഈ കൂടിയ ബ്രാൻഡുകളൊക്കെ ആ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്
ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക വുഡ് മെറ്റീരിയൽ ഫോം ആയിരിക്കും, PU ബോർഡ്, അങ്ങനത്തെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കും. എന്നാൽ ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു 5000-ൻ്റെയൊക്കെ ടൈപ്പ് ഓഫ് ബോക്സുകൾ ഉണ്ടാക്കുന്നത്. വിച്ച് മീൻസ് വൈബ്രേഷൻ, ആ ബോക്സും ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പതർച്ചയൊക്കെ ചിലപ്പോൾ ചില സാധനങ്ങളിലൊക്കെ വളരെ ചീപ്പായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ബേസ് കൂട്ടുമ്പോൾ സാധനം കിടന്ന് പതർന്നത് കാണാൻ പറ്റും. ഈ പതർച്ചയൊക്കെയാണ് ഈ വില കുറഞ്ഞ അല്ലെങ്കിൽ RMS വോട്ട് കുറഞ്ഞ ഊഫറുകളുടെയൊക്കെ പ്രശ്നം. ഇനി അതേപോലെ കൂടിയ സാധനത്തിനകത്തുള്ള ആംപ്ലിഫയറുകളൊക്കെ സ്വന്തമായിട്ട് ഇപ്പോൾ സാംസങ് അല്ലെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് തന്നെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം ഉണ്ടാവും, അല്ലെങ്കിൽ ടെക്സാസ് ഇൻസ്ട്രുമെൻസോ അല്ലെങ്കിൽ റിയൽ ടെക്കോ ഇങ്ങനത്തെ കമ്പനികളെ കൊണ്ട് അവർക്ക് വേണ്ടി നിർമ്മിച്ച് അവരുടെ പ്രൊഡക്റ്റിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന പേറ്റൻ്റ് എടുത്ത് വെച്ചേക്കുന്ന ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സ് ഒക്കെ ആയിരിക്കും അതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ആ കമ്പനി എങ്ങനെയാണോ സൗണ്ട് കേൾക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നത്. മറിച്ച് ഈ പറഞ്ഞ പോലെ 5000-ൻ്റെയൊക്കെ ബ്രാൻഡുകളാണെങ്കിൽ കമ്പനിയല്ല, ചൈനീസ് മാനുഫാക്ചർ എന്താണോ കേൾക്കാൻ ഉദ്ദേശിച്ചത് ആ രീതിയിലായിരിക്കും നമ്മൾ കേൾക്കുന്നത്. സോ ഇതേപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് വേണം സൗണ്ട് ബാർ മേടിക്കാൻ. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സൗണ്ട് ബാറിൻ്റെ ലിങ്ക് ഞാൻ വേണം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ മറ്റേ പ്രൊഡക്റ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഒരു നല്ല സൗണ്ട് ബാർ സെലക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. അല്ലാണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഓഫർ കണ്ട് ചാടി കയറി റൂമിന് പറ്റാത്ത ഒരു ടൈപ്പ് വാട്ടൊക്കെ മേടിച്ച് അവസാനം ദുഃഖിക്കേണ്ടി വരില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.